അപ്പം ആദ്യമേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടരും എന്ന് പറഞ്ഞ ചിത്രം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 2020 ശേഷം മോഹൻലാലിനെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ ആ രീതിയിൽ മോഹൻലാലിനെ പടച്ചു വെച്ചിരിക്കുന്നു എന്ന് തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. തരുൺമൂർത്തി പല കാര്യങ്ങളും കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കൊച്ചി ചിത്രമാണെന്ന് കള്ളം പറഞ്ഞു. അതുപോലെ ഞാനൊരു ഫാൻ ബോയ് ചിത്രമല്ല സംവിധാനം ചെയ്യുന്നതെന്ന് തരുൺമൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അസത്യമായി മാറിയെന്നാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം തരുൺമൂർത്തിയുടെ ഉള്ളിലെ ഫാൻ ബോയ് പലപ്പോഴും ഉണർന്നിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഈ ചിത്രം കാണുമ്പം കൈയടിക്കാനുള്ള അനേകം മുഹൂർത്തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ലാലേട്ടനെ കാണണം എന്ന് ആഗ്രഹിച്ച അതെല്ലാം തന്നെ തന്നേക്കുന്ന ഒരു ചിത്രമാണ്. പിന്നെ പല ആരാധകരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സിനിമ നടന്മാരുടെ ആരാധകരും മോഹൻലാലിൻ്റെ മുഖത്ത് ഭാവം വരുന്നില്ല, അതുപോലെ ഒടിയന് ശേഷം മോഹൻലാലിൻ്റെ ചലനങ്ങൾ ശരിയാവുന്നില്ല എന്നൊക്കെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതാണ്. അവരോടൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ഈ ചിത്രം പോയി കാണാൻ. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല. ആ കണ്ണുകളിൽ വിരിയുന്ന ഭാവം, ആ കൈകളുടെ ചലനങ്ങൾ, ഇത് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല മലയാള സിനിമയിൽ. അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ തരുൺമൂർത്തിയും ലാലേട്ടനുമൊക്കെ. അതുപോലെ നമ്മൾ പല രീതിയിലും കോട്ടും ഫൂട്ടും ഒക്കെ ഇട്ട ലാലേട്ടനെയൊക്കെ എമ്പുരാൻ നമ്മൾ കണ്ടു. ഒന്നും വേണ്ട, എനിക്ക് തോന്നുന്നു കോട്ടും ഫൂട്ടും ഇട്ട ലാലേട്ടനേക്കാൾ മറ്റ് സിനിമയിലെ ആരാധകർ അല്ലെങ്കിൽ മറ്റു നടന്മാരുടെ ആരാധകർ പേടിക്കേണ്ടത് മുണ്ടും സാധാരണ ഷർട്ടും ഇട്ട് സാധാരണക്കാരനായി വരുന്ന ലാലേട്ടനെയാണ്. കാരണം ഇതൊരു മഹാസംഭവമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് കളക്ഷൻ, ഞാൻ ഇന്നലെ തന്നെ സിനിമ കാണുന്നതിന് മുമ്പ് പറഞ്ഞു, ഇതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരിക്കും, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ സിനിമ കണ്ടിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഇതൊരു 100 കോടി ചിത്രമാണ് ഉറപ്പ് തന്നെ. കാരണം കൊടുത്ത കാശ് മുതലാവും. നമ്മൾ കാശ് കൊടുത്ത് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ കാശ് മുതലാകണം, ഈ ലാഗ് പാടില്ല. ഇത് 2-2.5 മണിക്കൂറിൽ കൂടുതലുള്ള ചിത്രമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പോലും നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. പകുതിയിലെ ആ തുടക്കത്തിൽ ഞാൻ പറയാം, ആ തുടരും എന്ന് പറയുന്നത് എഴുതി കാണിക്കുന്നത് എന്താ വൈബ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞ രോമാഞ്ചം ഉണ്ടാകും ആ ഫ്രെയിം. അതുപോലെ പിന്നെ ആ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ ഇന്നലെ തന്നെ പ്രതീക്ഷിച്ച പോലെ ആദ്യ പകുതിയിൽ ഈ ചിത്രം പോലെ തന്നെ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കയറിപ്പോയി വലിയ ഹൈപ്പിലെത്തുന്ന ഒരു ചിത്രം. അത് ആദ്യ പകുതിയിൽ സാധാരണക്കാരനായ ഒരു ലാലേട്ടനും അവരുടെ കുടുംബവും ഭാര്യയും അതുപോലെ 2 മക്കളും അടങ്ങുന്ന കുടുംബവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായ ലാലേട്ടൻ ഇങ്ങനെ പോയി ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞാണ് അതിൻ്റെ ഗ്രാഫ് അങ്ങ് വേറെ ലെവൽ സാധനം. ക്ലൈമാക്സൊക്കെ വരുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ എണ്ണിച്ചിന്ന് കൈയടിച്ച് കടിക്കും മടുത്തു എന്നുള്ളതാണ്. കാരണം അതുപോലെ കൈയടിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തരുൺമൂർത്തി ഫാൻ ബോയ് പലപ്പോഴും ഉണർന്നിട്ടുണ്ട്. ലാലേട്ടനെ തരുൺമൂർത്തിക്ക് എങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചോ ആ ലാലേട്ടനെ തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അത് കൃത്യമായിട്ട് തരുൺമൂർത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ തിരക്കഥ യാതൊരു രക്ഷയില്ലാത്ത തിരക്കഥയാണ്. സുനിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, വർഷങ്ങളെടുത്താണ് തിരക്കഥ പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ ചിത്രം കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം, കൃത്യമായിട്ട് കിട്ടേണ്ടവരുടെ കയ്യിൽ ലാലേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയും. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ. അതാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നൊരു പ്രത്യേകത. ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ തമാശയൊക്കെ നിറഞ്ഞ ഒരു കുടുംബ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എന്താ പറയുന്നത്, കൊച്ചി ചിത്രം എന്ന് തരുൺമൂർത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തരുൺമൂർത്തി ആ കാര്യത്തിൽ തരുൺമൂർത്തി ഞങ്ങളെ പറ്റിച്ചു എന്ന് എനിക്ക് 100% പറയാം. കാരണം ഇതൊരു കൊച്ചി ചിത്രമാണ്. എത്രയോ വലിയൊരു ചിത്രമായി ഇത് മാറാൻ പോവുകയാണ്. തരുൺമൂർത്തിയെ സംബന്ധിച്ചൊരു കൊച്ചി ചിത്രമാകും, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ ചിത്രമായിട്ട് മലയാള സിനിമയിലേക്ക് മാറുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ ഇതിനകത്തെ അഭിനേതാക്കൾ, ആദ്യമേ തന്നെ പറയേണ്ടത് മോഹൻലാലിനെയും ശോഭനയും
രണ്ടാമത് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഉചിതമായൊരു തീരുമാനം എന്ന് ചിത്രം കണ്ടപ്പോൾ നോക്കി. അവർ തമ്മിലുള്ള ഫിങ്ക്, ആ വൈബ് എന്നൊക്കെ പറയുന്ന പഴയ കാലത്ത് കണ്ടതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാലേട്ടനെ പോലെ തന്നെ പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത് ആ ചിത്രത്തിലെ ആ കാറ് തന്നെയാണ് എന്നെനിക്ക് വ്യക്തമായിട്ട് തോന്നി. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കാറിന് ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് ആ കാറിന് ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട്. അതൊക്കെ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത് എന്ത് റോളാണ് എന്നൊക്കെ. പിന്നെ ഇൻ്റർവെയിൽ കഴിഞ്ഞപ്പം ഇൻ്റർവെൽ പഞ്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇൻ്റർവെയിൽ കഴിഞ്ഞപ്പം ചിത്രം വേറെ ലെവലായിട്ട് മാറുകയും ക്ലൈമാക്സിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ എണ്ണിച്ച് നിന്ന് നമ്മൾ കൈയടിക്കും. പലപ്പോഴും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ രോമാഞ്ചം ഉണ്ടാവും. ലാലേട്ടനെ ഇഷ്ടപ്പെടാത്തവർക്കും രോമാഞ്ചം ഉണ്ടായാൽ അത് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, അവർക്കും രോമാഞ്ചം ഉണ്ടാകാം. അതുപോലെ തന്നെ പലപ്പോഴും ലാലേട്ടനെ ട്രോളിക്കൊണ്ട് ലാലേട്ടൻ തന്നെ വരുന്നതും നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ ചിരി ഉണർത്തുന്നതും കൈയടിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങൾ തന്നെ. അത് നമ്മൾ ട്രെയിലറിനകത്തൊക്കെ ചിലത് കണ്ടു, പക്ഷെ അതിലേക്കും മേലെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ട്രോളുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പടം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഉറപ്പായിട്ടും എല്ലാവരും ഈ ചിത്രം പോയി കാണണം. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കും മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവർക്കും മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം കൃത്യമായിട്ട് പോയി കാണാനുള്ള സാധനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് റിവ്യൂ എനിക്ക് തോന്നുന്നു ഈ റിവ്യൂ പറയുന്നവരാരും ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയാനുള്ള സാധ്യതയില്ലാത്ത ഒരു ചിത്രമാണ്. വളരെ നാളിന് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ നെഗറ്റീവ് പറയുന്നത്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ചിത്രങ്ങളിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരെ പോസിറ്റീവ് പറയുന്ന ഒരു ചിത്രമായിട്ട് തന്മൂർത്തി ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് പറയേണ്ടവർക്ക് പറയാം, അവർ മനഃപൂർവ്വം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതിനകത്ത് സംഗീതം ആയാലും അതുപോലെ നമ്മുടെ MG ശ്രീകുമാർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ഒരു പ്രത്യേക വൈബ്. ഈ പാട്ട് പലപ്പോഴും നമ്മൾ പുറത്ത് ഹിറ്റാകും, പക്ഷേ സിനിമയിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ലിങ്ക് ആവണമെന്നില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ആ പാട്ടും ആ പടവുമായിട്ട് ലിങ്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ പടവുമായിട്ട് യോജിച്ചു പോകുക, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതൊക്കെ ഒരു പ്രത്യേക വൈബ് നമുക്ക് തരുന്നുണ്ട് തിയേറ്റർ. അതുപോലെ ഇതിൻ്റെ സംഗീതം, ജോക്സ് ബിനോയ് എന്ന് പറയുന്ന വ്യക്തി എന്താ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയോ? അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് കണ്ട് തന്നെ നിങ്ങൾ അറിയണം. അതുപോലെ ഇതിൻ്റെ ഛായാഗ്രഹണമായി ഷാജി കുമാറാണെന്ന് തോന്നുന്നു ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഇതൊക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്. ഇതിനകത്തെ ഒരു വ്യക്തിയെപ്പോലും നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ആധികാരികമായി പഠിക്കാത്തതുകൊണ്ട് ആകാം. പക്ഷേ സാധാരണക്കാരനായ ഒരു നിലയിൽ നമ്മൾ ചില ചിത്രങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് സംഭാഷണം മോശമായി പോയി, അത് മറ്റേത് ലിങ്ക് ആവുന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ നമുക്ക് തോന്നും. നമുക്ക് സാധാരണക്കാരൻ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് തോന്നാം അല്ലേ, നമ്മുടെ കാശ് പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇത് നമ്മൾ കാശ് കൊടുത്ത് സിനിമ കാണാൻ കയറിയിട്ട് തൃപ്തിയോടെ തിരിച്ചു വരാൻ പറ്റിയ ഒരു ചിത്രമാണ്. പ്രത്യേകിച്ച് ലാലേട്ടനെ അല്പം കൂടുതൽ ഇഷ്ടമുള്ള ലാലേട്ടൻ്റെ ഒരു ആരാധകനായ എനിക്ക് ഇത് വളരെയധികം തൃപ്തി തരുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരാരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇത് 100% മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തൃപ്തി നൽകുന്ന ഒരു ചിത്രമാണ് തന്മൂർത്തി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിന് തന്മൂർത്തി എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. കാരണം ലാലേട്ടൻ്റെ പഴയ ഭാവങ്ങൾ കിട്ടുന്നില്ല. അതുമല്ല ലാലേട്ടൻ്റെ പഴയ ലാലേട്ടനെ തിരിച്ചു തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പുതിയ പുതിയ പടങ്ങൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഇവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും സംഭവിക്കുന്നില്ല. ലാലേട്ടൻ്റെ ആ ഭാവം കാണാൻ പറ്റുന്നില്ല, പഴയ നിഷ്കളങ്കമായ ചിരി, അതുപോലെ കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ മാറുമ്പോഴുള്ളൊരു പ്രത്യേക വൈബൊക്കെ അതൊന്നും നമുക്ക് കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇത് 100% നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ആ പഴയ ലാലേട്ടനെ ഞാൻ ഈ ചിത്രത്തിൽ കണ്ടു എന്ന് പറയാം. അപ്പം ലാലേട്ടൻ ഒരിടത്തും പോയിട്ടില്ല. ചിത്രം നമുക്ക് നല്ല തൃപ്തി തരുന്ന ഒരു അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. ഇത് ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്, ഇത് മലയാള സിനിമയുടെ ഒരു ചരിത്രമായി മാറാൻ പോകുന്ന ചിത്രമായി മാറും. ഒരു കാര്യം ഉറപ്പുണ്ട്, 100 കോടി ഉറപ്പിച്ചു, ഞാൻ ഗ്യാരണ്ടി. അപ്പം എല്ലാവരും ചിത്രം പോയി കാണുക, ആർക്കും കയറി കാണും കേട്ടോ.
മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്കും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്കും മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം കയറി കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ചിത്രം പോയി കാണുക. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളുണ്ട്. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാൻ പുറത്തു വിടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ചിത്രം പോയി കാണുക. എല്ലാവരും റിവ്യൂ ഇടട്ടെ. ഇതിനകത്ത് എന്ത് പറഞ്ഞ് റിവ്യൂ ഇടാൻ, എന്ത് നെഗറ്റീവ് പറഞ്ഞ് റിവ്യൂ ഇടാൻ പറ്റും? ഒന്നും നെഗറ്റീവ് പറയാനില്ലാത്തൊരു ചിത്രം. ഒരു കൊച്ചു ചിത്രമാണെങ്കിലും ഒരു വലിയ ചിത്രം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വേഗത്തിലൊരു വീഡിയോ തയ്യാറാക്കി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ വീണ്ടും എത്താം. ഓക്കെ, ബൈ.